കോട്ടയം ജില്ലയിലും മഴയ്ക്ക് ശമനമായി. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ മീനച്ചിൽ, കാഞ്ഞിരപ്പള്ളി താലൂക്കുകൾ വലിയ നാശമാണ് സംഭവിച്ചത്. ഇതിന്റെ ഭാഗമായി ഈരാറ്റുപേട്ട, പാലാ ടൗണുകളിൽ വെള്ളം കയറിയിരുന്നു. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയും വെള്ളത്തിൽ മുങ്ങി. മീനച്ചിലാറ്റിലെ പടിഞ്ഞാറൻ മേഖലയാണ് വെള്ളത്തിൽ മുങ്ങിയത്. ആർപ്പൂക്കര, തിരുവാർപ്പ്, ഐമനം പഞ്ചായത്തുകളെ താഴ്ന്ന ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. പല വീടുകളിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. വിവരങ്ങളുമായി സനോജ് കൂടി ചേരുന്നുണ്ട്. സനോജ്, കോട്ടയത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, വലിയ രീതിയിലുള്ളൊരു വെള്ളപ്പൊക്കമാണ് കണ്ടത്. 2018 പ്രളയത്തിന് സമാനമായ രീതിയിൽ വെള്ളം കയറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്, വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. എന്താണ് നിലവിലെ സ്ഥിതി, എന്താണ് അവിടെ? അവന്തിക, ഇന്ന് രാവിലെ മുതൽ മഴ മാറി നിൽക്കുകയാണ്. തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു ജില്ലയിലുടനീളം കാണാൻ കഴിഞ്ഞത്. ചെറിയ സമയങ്ങളിൽ മാത്രം ഒരു നേരിയ മഴയാണ് അനുഭവപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ, പ്രത്യേകിച്ച് മീനച്ചിൽ, കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിൽ അതിശക്തമായ മഴയാണ് പെയ്തത്. മീനച്ചിൽ താലൂക്കിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുകയാണ്. അതിൻ്റെ ദുരിതം ഇപ്പോൾ പേറുന്നത് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ പഞ്ചായത്തുകളിൽ താമസിക്കുന്ന ജനങ്ങളാണ്. പ്രത്യേകിച്ച് ഐമനം, തിരുവാർപ്പ്, ആർപ്പൂക്കര പോലെയുള്ള പഞ്ചായത്താണ്. ഞാനിപ്പോൾ ഉള്ളത് ആർപ്പൂക്കരയിലുള്ള ഒരു പ്രദേശത്താണ്. ഇപ്പോൾ മണിമലയാറ് കരകവിഞ്ഞൊഴുകുമ്പോൾ അതിൻ്റെ സമീപമുള്ള കൈവഴികളായിട്ടുള്ള ചെറിയ ചെറിയ അരുവികൾ ഇപ്പോൾ കവിഞ്ഞൊഴുകുകയാണ്. ഇപ്പോൾ ഈ വീടുകളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ സമാനമായ രീതിയിൽ പല ഇടങ്ങളിലും ഈ ആർപ്പൂക്കര പഞ്ചായത്തിൻ്റെ പല പ്രദേശങ്ങളിലെയും താഴ്ന്ന ഭാഗങ്ങളിൽ ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. കാരണം പടിഞ്ഞാറൻ മേഖലയിലേക്ക് കിഴക്കൻ മേഖലയിൽ നിന്നുമുള്ള വെള്ളം വളരെ വേഗത്തിലാണ് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ വെള്ളമില്ലാതിരുന്ന പലയിടങ്ങളിലും ഇപ്പോൾ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ കൂടി എനിക്കൊപ്പം ചേരുകയാണ്. ചേട്ടൻ എവിടെ താമസിക്കുന്ന ആളാണ്? കരിപ്പൂത്തിട്ട് പ്രദേശത്ത് താമസിക്കുന്നത്. സ്കൂളിൽ പഠിച്ച വശം ഇവിടെ വീട്ടിലേക്ക് ഒരു 3:30 ആയപ്പോൾ നമുക്ക് വെളുപ്പിനെ നമ്മുടെ വീട്ടിൽ വെള്ളം കയറി. ഇന്ന് രാവിലെ 3:30 ആയപ്പോൾ ഇപ്പം വെള്ളം കൂടുതലാണ്. കിഴക്കുന്നുള്ള വെള്ളം ഇരിക്കുമ്പോൾ ഇവിടെ വെള്ളം കൂടി. നമുക്ക് കയറാൻ തുടങ്ങിയ വെള്ളം ഇപ്പോൾ ഏതവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ചേട്ടൻ? മുട്ടിന് താഴെയായി. നമ്മുടെ വീടിൻ്റെ അകത്ത് മുട്ടിന് താഴെ വെള്ളമുണ്ട്. നമുക്ക് ഇനിയും വെള്ളം അകത്തേക്ക് കയറും? വെള്ളം കയറും. ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ സുരക്ഷിത സ്ഥാനത്ത് വെച്ചോ? അത് ഉറപ്പിക്കുകയൊക്കെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ ക്യാമ്പിലോട്ട് പോകേണ്ടി വരും. കുടിയാൾക്ക് ക്യാമ്പിലോട്ട് പോകേണ്ടി വരും. നമുക്ക് എല്ലാ പ്രാവശ്യവും നിങ്ങൾ ക്യാമ്പിലാണ്? ക്യാമ്പിലോട്ട്. നിലവിലിതാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. കാരണം ഇതേ സമാനമായ സാഹചര്യം ഇപ്പോൾ ആ പ്രദേശത്തെ ആ ചേട്ടൻ ഇപ്പോൾ വീട്ടിൻ്റെ തിണ്ണയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പ്രായം ചെന്ന ആ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുട്ടറ്റം ഇപ്പോൾ വെള്ളം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഇത് ഉയർന്ന് ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. കാരണം അത്രത്തോളം ശക്തമായ ഒഴുക്ക് ഇപ്പോൾ കിഴക്കൻ മേഖലയിൽ നിന്നും ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിലായിരുന്നു മഴക്കെടുതികൾ ഏറെ ഉണ്ടായിരുന്നതെങ്കിൽ ആ ദുരിതപ്പെയ്ത്ത് തീർക്കുന്നത് പടിഞ്ഞാറൻ മേഖലയിലാണ്. പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങളാണ് ഇനിയും ഇതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടത്. കാരണം അത്രത്തോളം വലിയ തോതിലുള്ള വെള്ളപ്പൊക്കം, ജലം ക്രമേണ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈരാറ്റുപേട്ട നഗരത്തിൽ നിന്നും വെള്ളമിറങ്ങിയപ്പോൾ അടുത്ത ദുരിതം തീർത്തത് പാലാ നഗരപ്രദേശത്തായിരുന്നു. ഇന്നലെയാണെങ്കിൽ പാലാ നഗരപ്രദേശം പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്നു. നിരവധി കടകമ്പോളങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറി ഇറങ്ങി വലിയ നാശനഷ്ടം ഈരാറ്റുപേട്ടയിലും പാലായിലും സൃഷ്ടിച്ചിട്ടാണ് മീനച്ചിലാറ്റിലൂടെയുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. അങ്ങനെ നാശം സൃഷ്ടിച്ച വെള്ളം ഇപ്പോൾ ഈ പ്രദേശത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ താഴ്ന്ന പ്രദേശത്തെ വീടുകളിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പല വീടുകളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോവേണ്ട അവസ്ഥയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കോട്ടയം ജില്ലയിൽ മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. വരും മണിക്കൂറിൽ മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ഈ ദുരിതം കൂടുതൽ ഇരട്ടിയാവാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. അവന്തിക.